കേണൽ മാത്യു ഗോയൽ നടൻ പറയുന്നത് പൗരന്റെ ഭരണഘടനാദത്തമായ ഒരവകാശവും ഈ ആധാർ പദ്ധതിയിലൂടെ ഇല്ലാതാവുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ഭരണകൂടം ശേഖരിക്കുന്നത്, അത് മറ്റ് ഏജൻസികളുമായി കൺവെർജ് ചെയ്യുന്നത് ഭരണഘടന പൗരന് നൽകുന്ന സ്വകാര്യതയെ സംബന്ധിച്ച അവകാശത്തിന് വിഘാതമാവുന്നുണ്ടോ? ഈ വിവരശേഖരണം അല്ലെങ്കിൽ വിവരങ്ങളുടെ ഷെയറിംഗ് ഭരണഘടനാദത്തമായ പൗരന്റെ അവകാശങ്ങൾക്ക് എതിരാവുന്നുണ്ടോ? ഉണ്ട്. ഞാൻ രണ്ടുമൂന്ന് കാര്യം പറയാനുണ്ട്. ഒന്നാമത്, ഈ പാർലമെന്റിൽ ഇത് ബില്ല് പാസ്സാക്കണോ വേണ്ടായോ എന്നുള്ള കാര്യം. ആദ്യമേ ഇവർ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞ് അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തള്ളിക്കളഞ്ഞു. രണ്ടാമത്, ആർട്ടിക്കിൾ 73 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവ് പവർ ഇസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ലെജിസ്ലേച്ചർ. പക്ഷെ അതിലൊരു പ്രൊവിഷൻ ഉണ്ട്, വേർ ദ സ്റ്റേറ്റ്സ് ലെജിസ്ലേച്ചർ ക്യാൻ പാസ് എ ലോ, ദി എക്സിക്യൂട്ടീവ് പവർ ഇസ് നോട്ട് കോ എക്സ്റ്റെൻസീവ്. അപ്പം ഇതില് നോക്കുകയാണെങ്കിൽ ഈ PDS ഇതൊക്കെ ഇസ് ബീങ് അഡ്മിനിസ്ട്രേഡ് ബൈ ദ സ്റ്റേറ്റ്സ്. ഇറ്റ്സ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്. അതുകൊണ്ട് law is absolutely mandatory. Without a law, the central government cannot do this. That is point number 1. Point number 2, ഈ കമ്പനികൾ ഈ ബയോമെട്രിക് ടെക്നോളജി കൊടുക്കുന്ന കമ്പനി L1 ഐഡന്റിറ്റി സൊല്യൂഷൻസ് പറഞ്ഞൊരു കമ്പനിയായിരുന്നു. ആ കമ്പനിയുടെ ഉടമസ്ഥന്മാരും ഡയറക്ടേഴ്സും ഫോർമർ CIA ആൻഡ് FBI ഓഫീസേഴ്സ് ആണ്. ഈ കമ്പനി പാകിസ്ഥാനിലും ഇതേ ടെക്നോളജി കൊടുക്കുന്നുണ്ട്. ടെക്നോളജി എന്ന് വെച്ചാൽ അവർ ദേ ആർ നോട്ട് ഗിവിംഗ് ദ ടെക്നോളജി, ദേ ഹോൾഡ് ദ ടെക്നോളജി. ഇപ്പം നിങ്ങൾ ഫിംഗർ പ്രിന്റ് വെച്ച് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ കമ്പനി പറയാതെ യു കനോട്ട് ബി ഒത്തന്റിക്കേറ്റഡ്. അതായത് നിങ്ങൾ ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ ഇന്ത്യൻ ആണ്, നിങ്ങൾ മാത്യു ആണ് അല്ലെങ്കിൽ അച്യുതനാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ ഒരു ഫോറിൻ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ പറയണം, യെസ് ദിസ് ഫിംഗർ പ്രിന്റ്സ് ബിലോങ്സ് ടു മാത്യു. അതായത് ഇന്ത്യൻസ് ക്യാൻ ബി ഇന്ത്യൻസ് ഓൺലി ഇഫ് എ ഫോറിൻ കമ്പനി സേസ് ഹീസ് an Indian and his name is so and so. മൂന്നാമത്, ഈ ഡാറ്റ മുഴുവനും ലിങ്ക് ചെയ്യാണ്. ബാങ്ക് അക്കൗണ്ട്, സ്കൂൾസ് റെക്കോർഡ്, മാരേജ്, ലാൻഡ് ടൈറ്റിൽ, എല്ലാത്തിനും ഇത് ഇങ്ങനെ ലിങ്ക് ചെയ്യുമ്പം ആ ഒരു UID നമ്പർ വെച്ച് എല്ലാ ഡേറ്റാബേസും എടുക്കാൻ പറ്റും. USA ഈ സ്നോഡൻ പോലെ എക്സ്പോഷറിൽ ഇന്ത്യൻ ഡേറ്റ 15% ഓഫ് ഇന്ത്യൻ ഡേറ്റ ഈസ് ടോട്ടൽ ഡേറ്റയിൽ അവരെടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡെമോഗ്രാഫിക് ഡേറ്റ ആരും ഹിന്ദുസ് ആണ്, മുസ്ലിംസ് ആണ്, ആർക്ക് എന്ത് ഇൻകം ഉണ്ട് മുഴുവൻ ഇവർക്ക് കൊടുക്കുകയല്ലേ. മൂന്നാമതായിട്ട്, ഈ ഇതിലുള്ള ഒത്തിരി ഫ്രോഡ് കമ്പനീസ് ആണ് ഈ എൻറോൾമെന്റ് ചെയ്യുന്നത്. നിങ്ങൾ കൊണ്ടുപോയി ഫിംഗർ പ്രിന്റ് കൊടുത്തത് ആർക്കാണ്? ഏത് ഇൻസ്ട്രുമെന്റിലാണ് ഫിംഗർ പ്രിന്റ് വെച്ചത്? അത് ഗവൺമെന്റിന്റെ ആണോ? പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് എംപ്ലോയി ഓഫ് എ പ്രൈവറ്റ് കോൺട്രാക്ട് ഫേം ഈസ് ഡൂയിങ് ദി എൻറോൾമെന്റ്. അതിൽ എന്ത് സെക്യൂരിറ്റി സേഫ്റ്റി ഉണ്ട്? ഞാൻ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് NDTVയിൽ ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൽ ഈ നമ്മൾ ഇട്ട അപ്ലിക്കേഷൻ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ഇമാര് കോൺട്രാക്ടർ പോയിട്ടുണ്ട്. കോൺട്രാക്ടിങ് കമ്പനി, ഒരു കമ്പനി ഫ്രോഡ് കമ്പനിയാണെന്ന് പറഞ്ഞ് CAG ഇവിടെ ബാംഗ്ലൂരിൽ CAG ഓഡിറ്റ് അവർ പിടിച്ചു. റേഷൻ കാർഡ് ഡേറ്റാബേസ് ഉണ്ടാക്കാൻ 55 കോടി രൂപ അവർക്ക് കൊടുത്തിട്ട് അവർ ഡേറ്റാബേസ് കൊടുത്തിട്ടില്ല. അതേ കമ്പനി UIDI എൻറോളിംഗ് ഏജൻസി അയച്ച് അതേ സമയത്ത് 2010 അപ്പോയിന്റ് ചെയ്തു. ഇങ്ങനെ പല അഴിമതികളാണ്. ആ കമ്പനി മൈസൂരിൽ ഫേക്ക് ID കാർഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് അത് പിടിച്ചിട്ട് FIR ഫയൽ ചെയ്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ മേലെയാണ്, നോട്ട് അഗെയിൻസ്റ്റ് ദ കമ്പനി. ഇങ്ങനെ ഇത് നോക്കുകയാണെങ്കിൽ പലവിധമായിട്ടുള്ള ഫ്രോഡും ആരോപണങ്ങൾ നിരവധിയാണ്. കാരണം 45,000 കോടി രൂപയാണ് 4 കൊല്ലം കൊണ്ട് കേന്ദ്ര സർക്കാർ ചെലവഴിക്കാൻ പോകുന്നത്. ഇത്തരം കറക്ക് കമ്പനികളുടെ കയ്യിലാണ് ഈ പണം മുഴുവൻ ചെന്നെത്തുന്നത്. ഇത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ ബാക്കി 3 പേരും നമ്മുടെ ഒരു ഡിഫറെൻറ്റ് വ്യൂ ഷെയർ ചെയ്യുന്നവരാണ്. അപ്പം 3 കോർണറിൽ നിന്ന് വരുന്നതിന് നമുക്ക് മറുപടി പറയാനുള്ളൊരു അവസരം തരണം സ്വാഭാവികമായിട്ട്. കാരണം അല്ലെങ്കിൽ അത് വളരെ കൺഫ്യൂസിങ് ആയിപ്പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എയർ ചെയ്ത ഒരുപാട് കൺസേൺസ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ഒരുപാട് സന്ദേഹങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഒരു സ്വകാര്യ ഡേറ്റ നമ്മൾ ഷെയർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ആധാർ വഴി എന്തൊക്കെ സ്വകാര്യ ഡേറ്റയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ സംഭാഷണത്തിൽ സ്വകാര്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എഴുത്തൂത്തുകളിൽ സ്വകാര്യതയുണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, അതിപ്പോൾ എയർടെൽ കമ്പനിയുടെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഐഡിയ കമ്പനിയുടെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, BSNLൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സംഭാഷണം എന്ന് പറഞ്ഞാൽ തികച്ചും സ്വകാര്യതയുള്ളൊരു സാധനം.
അതിപ്പോൾ ഡീൽ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എന്നതുകൊണ്ട് നമ്മുടെ സ്വകാര്യത ഹനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ വാദം വെച്ചാണെങ്കിൽ അത് നിഷേധിക്കാൻ കഴിയുമോ? ഇനി അടുത്തൊരു കാര്യം, നമ്മളെല്ലാവരും ഇമെയിൽ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഇമെയിൽ ഉപയോഗിക്കുന്നത് എൻ്റെ മെയിൽ ഐ ഡി ജിമെയിൽ ആണെങ്കിൽ വേറൊരാളുടെ യാഹു ആണ്. അതുപോലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമുക്ക് വളരെ സ്വകാര്യതയുള്ള അല്ലെങ്കിൽ വളരെ പ്രൈവസിയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അതിലൂടെ ഷെയർ ചെയ്യുന്നു വരും. അതൊക്കെ പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ ഒരുപാട് പേർക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യയിൽ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അക്കൗണ്ടുണ്ട്. ഫേസ്ബുക്കിൽ നമ്മൾ അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്? നമ്മുടെ മെയിൽ ഐ ഡി അടക്കം, നമ്മുടെ പ്രായം അടക്കം, നമ്മുടെ ഇതടക്കം, പറയട്ടെ അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവരുമൊക്കെ ഡാറ്റ ശേഖരിക്കല്ലേ? നമ്മളിതിങ്ങനെ ഒരുപാട് സംശയത്തോടുകൂടി ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഈ ഡാറ്റ ശേഖരിക്കുന്നത്. അതിനു വേണ്ടി എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു കൺസൾട്ടൻസി കമ്പനിയോ അവരൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദം. ദ ഡാറ്റ വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ സംശയത്തോട് നോക്കാൻ പറ്റൂ? ഈ ഒരു ഡാറ്റ എടുക്കാൻ വേണ്ടി മുഴുവൻ ഇനിയിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കാമുള്ളൂ എന്ന് പറയുന്നത് അത് വളരെ അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാദഗതിയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് സ്വകാര്യ ഏജൻസികളെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സെൻസസ് നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഡാറ്റ ശേഖരിക്കാൻ വരുന്നത് ഇപ്പോൾ അംഗൻവാടിയിൽ ചിലപ്പോൾ അവരെയായിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്. അവർ മുഴുവൻ ഡാറ്റ ഇപ്പം അവരെ സംശയിക്കാൻ തോന്നിയാലോ? ആധാറിൻ്റെ ഭാഗമായി പാചകവാതക സബ്സിഡി മാത്രമല്ല വരുന്നത്, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വരുന്നു, ഫെല്ലോഷിപ്പുകൾ വരുന്നു, മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം തന്നെയും ആധാർ നമ്പറിൻ്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടുകൾ വഴി ബന്ധിപ്പിക്കും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഭാവിയിൽ ഇപ്പോൾ സംഭവിച്ച നഷ്ടത്തിനൊപ്പം ഭാവിയിൽ കേരളത്തിൻ്റെ അവസ്ഥ എടുത്താൽ കേരളത്തിൽ സാക്ഷരത കൂടുതലുണ്ട്, ഇത്തരം അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ള ആളുകളാണ്. അവർ ഇതിൽ എൻറോൾ ചെയ്യാൻ ഒരുപക്ഷെ താല്പര്യം പ്രകടിപ്പിച്ചേക്കാം. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആധാർ നൽകുന്ന കണക്ക് പ്രകാരം 40 കോടി പേരെ ആധാർ നമ്പർ എടുപ്പിച്ചു കഴിഞ്ഞു എന്നാണ് സൈറ്റിൽ ലഭ്യമാകുന്ന വിവരം. മറ്റു ഭാഗങ്ങൾ, നിരക്ഷരത കൂടുതലുള്ള പ്രദേശങ്ങൾ, ആളുകൾ കൂടുതൽ ബാങ്ക് ബ്രാഞ്ചുകളുടെ എണ്ണം പോലും കുറവുള്ള പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ ആകുമ്പോഴേക്കും സർക്കാർ ലക്ഷ്യമിടുന്നത് പോലെ സബ്സിഡി പരിമിതപ്പെടും, കൂടുതൽ ആളുകൾ ഇത്തരം പദ്ധതികൾക്ക് പുറത്താകും. അതുതന്നെയല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുക? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഇവരെ UID സൈറ്റിലുള്ളത് ബീഹാറിൽ 2% പേർക്കാണ് ഇതുവരെ ആധാർ കാർഡ് കിട്ടിയത്. അവിടെ എങ്ങനെയാണ് ഈ പദ്ധതികളൊക്കെ എത്ര വർഷങ്ങളിലാണ് ഇവർ നടപ്പാക്കാൻ പോകുന്നത്? പിന്നെ ശ്രീ മാത്യു പറഞ്ഞു, ഇതിലൊന്നും ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ എടുക്കുന്നത് പോലെ അല്ലെ ജിമെയിലോ ഉപയോഗിക്കുന്നത് പോലെ അത്രയേ ഉള്ളൂ. ഇതിൽ നാം കൊടുക്കുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻ്റാണ്, നമ്മുടെ കൃഷ്ണമണിയുടെ ഇതാണ് എടുക്കുന്നത്, കണ്ണിൻ്റെ. നിങ്ങളെ വ്യക്തിയുടെ ഏറ്റവും സ്വകാര്യമായ അവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല തെളിവുകളാണ്. ഇത് കൈകാര്യം ചെയ്യുന്നത് സ്വകാര്യ കമ്പനികളാണ്. ശ്രീ കേണൽ മാത്യു ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളല്ല. സെൻസസ് ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അതിൻ്റെ ഡാറ്റ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പക്കലാണ്. എന്നാൽ ഈ ഡാറ്റ മുഴുവനും, ഈ ബയോമെട്രിക് ഡാറ്റ മുഴുവനും കൈകാര്യം ചെയ്യുന്നത്, അത് സ്റ്റോർ ചെയ്യുന്നത് സ്വകാര്യ ഏജൻസികളാണ്. അതാണ് ഇതിലുള്ള അപകടം. അതാണ് പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത്. ഇത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിവിടെ മാത്രമല്ല, ഇപ്പോൾ ബ്രിട്ടൻ്റെ അനുഭവം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അമേരിക്കയിൽ നടപ്പാക്കിയില്ല, ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കിയില്ല, ഫിലിപ്പൈൻസിൽ നടപ്പിലാക്കിയില്ല. അവിടെയൊക്കെ ഈ പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ ഇതൊക്കെ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. വമ്പിച്ച സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചത്. എന്നിട്ടും ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്നത് ഇത് ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് മറ്റേതോ വിദേശ ഏജൻസികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിന് കൂട്ടുനിൽക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥ മേധാവികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ ചില സ്വകാര്യ കമ്പനികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതിവേഗത്തിൽ ഈ പരീക്ഷണം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധ്യമാകും.
ഇപ്പോൾ ഇവർ ധരിക്കുന്നത് ഇതിന് ആരോട് ഉത്തരവാദിത്വമില്ലല്ലോ. പാർലമെന്റിനോട് ഉത്തരവാദിത്വമില്ല, ജനപ്രതിനിധികളോട് ഉത്തരവാദിത്വമില്ല. ശ്രീ എം പി അച്യുതൻ, എന്തൊക്കെയാണെങ്കിലും അതിനൊക്കെ ശ്രീ എം പി അച്യുതൻ, എന്തൊക്കെയാണെങ്കിലും ഈ പദ്ധതി നടപ്പാക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സബ്സിഡികൾ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അർഹരായവരെ നിലനിർത്താൻ, അല്ലെങ്കിൽ അർഹരായവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. അല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുമെന്ന് ഒരു നിശ്ചിത 3 മാസത്തിനകം ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്. അതിന് ഉറപ്പ് നൽകട്ടെ. ആദ്യം ചെയ്യേണ്ടത് ഇതിനാവശ്യമായ സജ്ജീകരണങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, മുഴുവൻ പാചകവാതക ഉപഭോക്താക്കൾക്കും ആധാർ കാർഡ് ഉറപ്പുവരുത്തി അതിനുശേഷം ഇത് നടപ്പാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ശ്രീ എം പി അച്യുതൻ, ഒരു ചോദ്യം കൂടി. 2009 ഈ UID സംവിധാനം നിലവിൽ വരുമ്പോൾ കേരളം ഭരിച്ചിരുന്നത് LDF സർക്കാരാണ്. ഇപ്പോൾ ഈ പറയുന്ന സബ്സിഡി വിതരണത്തിലെ ക്രമക്കേടുകളെ കുറിച്ചല്ലാതെ പൗരന്മാരുടെ സ്വകാര്യതയെക്കുറിച്ചോ അവർക്കുണ്ടാകുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ചോ ഇടത് പാർട്ടികൾ പാർലമെന്റിൽ പോലും ഒരു ചർച്ചയിലോ ചോദ്യത്തിലോ പോലും ഈ സുരക്ഷാ പ്രശ്നം ഉന്നയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? പാർലമെന്റിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളുമുണ്ട്, കോൺഗ്രസിന്റെ പ്രതിനിധികളുണ്ട്. BJPയുടെ നേതാവായ യശ്വന്ത് സിൻഹ ആയിരുന്നു അതിന്റെ ചെയർമാൻ. എല്ലാ പാർട്ടികളുടെ അഭിപ്രായമാണ് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളത്. ഇതിനെ സംബന്ധിച്ച് പാർലമെന്റിൽ ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. റൈറ്റ്. എം പി അച്യുതൻ, മാത്യു കുഴൽനാടനിലേക്ക് അവസാനമായി. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ ഉണ്ടായ അപാകങ്ങൾ പരിഹരിക്കാനെങ്കിലും സബ്സിഡി കൃത്യമായി അർഹരായവർക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കാൻ അതിനു മാത്രമെങ്കിലും ഈ 3 മാസത്തെ സമയപരിധി നീട്ടിക്കൊടുക്കാൻ, അതിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്ന വ്യവസ്ഥ ഒഴിവാക്കി കൊടുക്കാൻ സർക്കാർ തയ്യാറാകുമോ? നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നത് ആധാർ നിർബന്ധമല്ല, പോപ്പുലേഷൻ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് നിർബന്ധം, ആധാർ നിർബന്ധമല്ല എന്നായിരുന്നു. അല്ല, ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട MP അച്യുതൻ അദ്ദേഹം തന്നെ പാർലമെന്റിൽ ഈ വിഷയം റേസ് ചെയ്യുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും സർക്കാർ ഇത് മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ നിർബന്ധമാക്കാത്ത ജില്ലകളിൽ ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ടില്ല, ഇപ്പോഴും മാൻഡേറ്ററി ആയിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള പ്രയാസങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് സർക്കാരിൻ്റെ മുമ്പിൽ വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ടുണ്ട്. കാരണം ആളുകൾ പ്രയാസപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല സർക്കാരിൻ്റെ അജണ്ടയിൽപ്പെട്ട കാര്യം. പിന്നെ അൺലെസ് നമ്മൾ ഇത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇത് അനിവാര്യമായി വരാതെ നമ്മൾ 100% ആളുകൾ ഇതിലേക്ക് പോകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ LPG പോലുള്ള ഒരു സാധനം ഇത് ആധാർ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്ന് വരുമ്പോൾ നാച്ചുറലി ആളുകൾ അത് കൂടുതൽ എടുക്കാൻ നിർബന്ധിതരായി എടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാവും. പിന്നെ ഇവിടെ ആ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് ഇവിടെ കേണൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്പിൽ ഓവർ തടയുക എന്നൊരു ചോദ്യം ചോദിക്കേണ്ടായി. ഞാൻ പറയാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇപ്പോൾ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, അതായത് വ്യക്തികളല്ല ഈ സബ്സിഡി അല്ലെങ്കിൽ വഴിമാറ്റി ചെലവഴിക്കുക അല്ലെങ്കിൽ വഴിമാറ്റി എടുക്കുകയോ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് LPG കണക്ഷനുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു വർഷത്തിൽ 4 or 5 സിലിണ്ടറാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് അർഹതപ്പെട്ടത് 10 or 12 സിലിണ്ടറാണ് എന്ന് കൂട്ടുക. ഞാൻ വെറും 4 സിലിണ്ടർ 5 സിലിണ്ടർ എടുക്കുമ്പോൾ എൻ്റെ പേരിലുള്ള ബാക്കി 5 സിലിണ്ടറുകൾ ഒരുപക്ഷെ ഈ ഗ്യാസ് ഏജൻസി നടത്തുന്ന ആൾ മറ്റാർക്കെങ്കിലും മറിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തരാൻ സർക്കാർ ഉദ്ദേശിക്കുന്ന ആ സബ്സിഡി അവിടെ കൊമേഴ്സ്യലൈസ് ചെയ്ത് വിൽക്കുകയാണ്. അതിൻ്റെ ലാഭം എങ്ങനെയാണ് സ്പിൽ ഓവർ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് LPGയിലെ ഇത് തടയാൻ പറ്റുന്നത് UID കൊണ്ടെന്ന് ചോദിച്ചു. മാത്യു കുഴൽനാടൻ സമയപരിമിതി മൂലം ഇടപെടുന്നു. മാത്യു കുഴൽനാടൻ, MP അച്യുതൻ, ജോസഫ് C. മാത്യു, കേണൽ മാത്യു, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആധാർ നമ്പറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.